for high speed എയർക്രാഫ്റ്റിനകത്താണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ദ മെയിൻ കംപ്രസർ which is driven by the gas turbine, that is part of the engine, and there is a heat exchanger. Then we are using 2 cooling turbines and 1 exhaust fan. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ എയർക്രാഫ്റ്റ് സിസ്റ്റം നമ്മുടെ മനസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ എയർക്രാഫ്റ്റ് സിസ്റ്റത്തിനകത്ത് വരുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ദ മെയിൻ കംപ്രസർ ഇത് വരുന്നുണ്ട്, ഹീറ്റ് എക്സ്ചേഞ്ചർ വരുന്നുണ്ട്, ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണുള്ളത്. Instead of 2 cooling turbine, we are using a single cooling turbine. അതാണ് സിമ്പിൾ എയർക്രാഫ്റ്റ് സിസ്റ്റത്തിനകത്തുള്ളത്. So instead of 2, 1 വരും. Then we have an exhaust fan or cooling air fan. അപ്പോൾ ഇത്രയും ചേരുന്നതാണ്, ഇവിടെ ഇതിന് പകരം 2-ന് പകരം 1 ആയിരിക്കും വരുന്നത്. ഇത്രയും ചേരുന്നതാണ് ഒരു സിമ്പിൾ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഈ സിസ്റ്റത്തിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നത് റെഡ്യൂസ്ഡ് ആംബിയൻ എയർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്ത് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഒരു അഡീഷണൽ ആയിട്ടുള്ള ടർബൈൻ പാർട്ടും കൂടെ മാത്രമാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അഡീഷണൽ ടർബൈൻ പാർട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എയർക്രാഫ്റ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം ഹൈ സ്പീഡ് എയർക്രാഫ്റ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സൂപ്പർ സോണിക് ആയിട്ടുള്ള എയർക്രാഫ്റ്റിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അറേഞ്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ ദ ആംബിയന്റ് എയർ ആസ് ദ ഫ്ലൈറ്റ് ഈസ് മൂവിങ്, ആസ് ദ ആംബിയന്റ് എയർ or the atmospheric air is rammed into the engine section, that is because of the ram effect, the ram air is get generated. This ram air is used to cool the compressed air. Okay, the ram air is used to compress the ram air is used to cool the compressed air, and the air is coming into the main compressor. A part of that, this air, compressed air, is used for refrigeration purpose. ബാക്കി എവിടെ പോകും? എൻജിൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, ബാക്കി എയർ ബാക്കി എൻജിൻ്റെ പാർട്ടിലേക്ക് പോകും. അതായത് നമുക്ക് റെഫ്രിജറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയുള്ള എയർ നമ്മൾ എന്ത് ചെയ്യും? ആ മെയിൻ കംപ്രസറിൽ നിന്ന് ബ്ലീഡ് ചെയ്യും. ഓക്കെ, ദെൻ ആ ബ്ലീഡ് ചെയ്ത് വരുന്ന സാധനം നേരെ എവിടെ വരുന്നുണ്ട്? ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വരുമ്പോഴത്തേക്ക് ഈ വരുന്ന കംപ്രസ്ഡ് എയറിനെ നമുക്ക് കൂൾ ചെയ്യിപ്പിക്കണം. ആ കൂൾ ചെയ്യിപ്പിക്കുന്നത് നമ്മൾ റാം എയർ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ റാം എയർ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് യൂസ് ചെയ്തില്ല. അതിന് പകരം ഓൾറെഡി ഈ റാം എയർ എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ ആണ്, ശരിയല്ലേ? ഓൾറെഡി ഇതിന് ഒരു കംപ്രഷൻ എഫക്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രഷറൈസേഷൻ കിട്ടി. ആ പ്രഷർ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഫസ്റ്റ് കൂളിംഗ് ടർബൈനിൽ കൊണ്ടുവന്ന് എക്സ്പാൻഡ് ചെയ്യിക്കും. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ റാം എയറിന്റെ ടെമ്പറേച്ചർ ഇവിടെ ഉള്ളതിനേക്കാളും കുറവായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, സോ ഇത് ഇനീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, റാമിന്റെ ഇനീഷ്യൽ ആണെന്നുണ്ടെങ്കിൽ, ഇത് ഫൈനൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഐയും എഫ് ആണെന്നുണ്ടെങ്കിൽ, ഈ ഐയിൽ ഉണ്ടായിരിക്കുന്ന ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും എഫിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഫോർ ദ റാം എയർ ബിക്കോസ് ഓഫ് ദിസ് ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ. ഓക്കെ, ഈ ഫസ്റ്റ് കൂളിംഗ് ടർബൈനിൽ നിന്ന് വരുന്ന കോൾഡ് റാം എയർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തുള്ള ഈ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന കംപ്രസ്ഡ് എയറിനെ കൂൾ ചെയ്യിക്കുന്നത്. അത് നേരെ എവിടെ കൊണ്ടുവരുന്നുണ്ട്? എക്സോസ്റ്റ് ഫാനിലേക്ക് വഴി പുറത്തു പോകുന്നുണ്ട്. ഈ എക്സോസ്റ്റ് ഫാൻ ഡ്രൈവ് ചെയ്യാനുള്ള എനർജി വർക്ക് കിട്ടുന്നത് ഈ ഫസ്റ്റ് സ്റ്റേജ് കൂളിംഗ് ടർബൈനിൽ നിന്നും കൂടെയാണ്. ഒരു റിഡക്ഷൻ ഗിയർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് ടർബൈനിൽ നിന്ന് വരുന്ന വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഒരു പാർട്ട് എടുത്തുകൊണ്ട് നമ്മളിവിടെ എക്സോസ്റ്റ് ഫാൻ റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത് എന്താ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൾഡ് എയർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് വന്ന കംപ്രസ്ഡ് എയർ ഈ റാം എയറുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് തണുപ്പിച്ചു. ആ കോൾഡ് എയർ നേരെ എവിടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്? ടർബൈനിൽ വന്നിട്ട്, സെക്കൻഡ് ടർബൈനിൽ വന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട റെഫ്രിജറേഷൻ കൂളിംഗ് ടെമ്പറേച്ചർ അവിടെ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് നേരെ എവിടെ കൊടുക്കുന്നു? ക്യാബിനിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ടർബൈനിൽ, സെക്കൻഡ് ടർബൈനിനകത്തും കൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വർക്കും കൂടെ നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഒരു റിഡക്ഷൻ ഗിയർ യൂണിറ്റ് വെച്ചിട്ടുണ്ട്, കപ്പിൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഫാന് റൺ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു റെഡ്യൂസ്ഡ് ആംബിയൻ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എനിവൺ? പേര് വിളിക്കണേ? Yes, sir. Clear, sir. Okay.
ഓക്കെ, അതിന്റെ ടി എസ് ഡയഗ്രാം വരുന്നത് എങ്ങനെയാണ്? അതായത് ടി എസ് ഡയഗ്രത്തിനകത്ത് ഇത് ഐഡിയൽ ടി എസ് ഡയഗ്രാം ആണ് വരുന്നത്. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് ആയിട്ടുള്ള റാമിംഗ് പ്രോസസ് ആയിരിക്കും, അതായത് റാം കംപ്രഷൻ പ്രോസസ്. ദെൻ 2 to 3 എന്ന് പറയുന്നത് മെയിൻ കംപ്രഷൻ പ്രോസസ്. 3 to 4 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിനകത്ത് വരുന്ന, ഇത് നോക്കിയാൽ മനസ്സിലാക്കാം, ഹീറ്റ് എക്സ്ചേഞ്ചിനകത്ത് നടന്ന കൂളിംഗ് പ്രോസസ് ആണ്. ദെൻ 4 to 5 എന്ന് പറയുന്ന എക്സ്പാൻഷൻ പ്രോസസ് ആണ്. ദെൻ 5 to 6 എന്ന് പറയുന്നത് കൂളിംഗ് പ്രോസസ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ പാർട്ട് ഓഫ് മെയിൻ പാർട്ട്. മെയിൻ കംപ്രഷനകത്തൂടെ പാസ് ചെയ്ത് വരുന്ന എയറിന്റെ ഒരു ടി എസ് ഡയഗ്രാം ആണ് വരുന്നത്. ഫസ്റ്റ് ആ എയർ ആദ്യം കംപ്രസ് ചെയ്ത് റാമിംഗ് എഫക്റ്റ് കിട്ടി, പിന്നീട് അതായത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം, അതേപോലെ തന്നെയാണ് വരുന്നത്. 2 to 3 എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ കംപ്രസറിനകത്തുള്ള കംപ്രഷൻ നടന്നു. 3 to 4 എന്ന് പറയുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ വന്നിട്ട് കൂൾ ചെയ്തു. ദെൻ 4 to 5 എന്ന് പറയുന്നത് സെക്കൻഡ് ടർബൈനകത്ത് വരുന്ന എക്സ്പാൻഷൻ പ്രോസസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ടർബൈനകത്ത് വരുന്ന എക്സ്പാൻഷൻ പ്രോസസ് ആണ്. ദെൻ 5 to 6 എന്ന് പറയുന്നത് ഇൻടു ദ ക്യാബ്. ഇതാണ് ഐഡിയൽ ടി എസ് ഡയഗ്രാം. ഓക്കെ, സോ ഇത് ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും അതിന്റെ ടണ്ണേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പാർട്ടുകളുമാണ്. ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. തൽക്കാലം നമുക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി. ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ തെർമൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അഗെയിൻ സെയിം പ്രൊസീജിയേഴ്സ് ആണ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. ആംബിയന്റ് അറ്റ്മോസ്ഫിയറിക് എയർ ഇൻടു ദ എൻജിൻ വേർ ഇറ്റ് ഇസ് ഗെറ്റ് റാംഡ്, ഇസ് പ്രഷർ ഇൻക്രീസസ്. ആ റാംഡ് എയർ നേരെ എവിടെ കൊടുക്കുന്നുണ്ട്? ഫസ്റ്റ് കൂളിംഗ് ടർബൈനിലേക്ക് കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യിച്ചിട്ട് അതിന്റെ ടെമ്പറേച്ചർ ആണ് നമ്മൾ ഡ്രോപ്പ് ചെയ്യിച്ചിട്ട് നേരെ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊടുക്കുന്നു. അവിടെ വരെ നിൽക്കട്ടെ. ഈ റാം എയർ കഴിഞ്ഞിട്ട് വരുന്ന മെയിൻ കംപ്രസറിൽ വരുന്ന എയറിനെ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഒരു പാർട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നേരെ എവിടെ കൊണ്ടുവരുന്നു? ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്ത് വരുന്ന എയർ, ഈ റാം എയർ ടർബൈൻ ഫസ്റ്റ് കൂളിംഗ് ടർബൈനിൽ നിന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് നേരെ എവിടെ വരും? കൂളിംഗ് ഫാനിലേക്ക് പോകും. സോ ഇവിടെ ഈ വരുന്ന റാം എയറും ഇതിലൂടെ പോകുന്ന ഹോട്ട് എയറും വേണമെങ്കിൽ നമുക്ക് പറയാം, കംപ്രസ്ഡ് എയറും കൂടെ എന്ത് ചെയ്യും? ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കംപ്രസ്ഡ് എയർ ഹീറ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിന്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യും. അതാണ് നമ്മൾ ഈ 4 എന്ന് പറയുന്നത് പോലെ 3 to 4 എന്ന് പറയുന്ന പ്രോസസ് ആണ് ആക്ച്വലി ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. 3 to 4. ഓക്കെ, അപ്പോൾ അതിന്റെ ഡ്രോപ്പ് ചെയ്തു നേരെ എവിടെ വരും? ടർബൈൻ സെക്ഷനിൽ വരും. കൂളിംഗ് ടർബൈനിൽ വരുമ്പോഴത്തേക്ക് അവിടെ എക്സ്പാൻഷൻ നടക്കും. അതാണ് എന്തെന്ന് പറയുന്നത് 4 to 5 എന്ന് പറയുന്ന ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഇൻ ടു ദ ടർബൈൻ. ഇനി വർക്കിന്റെ കാര്യം എന്ന് പറയുന്നത്, വർക്ക് ഇവിടെ കൂളിംഗ് ഫാൻ ഡ്രൈവ് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടർബൈൻസ് ഉണ്ട്. സെക്കൻഡ് കൂളിംഗ് ടർബൈൻ ഉണ്ട്, ഫസ്റ്റ് കൂളിംഗ് ടർബൈൻ ഉണ്ട്. ഈ രണ്ട് കൂളിംഗ് ടർബൈൻസിന് അതിൽ നിന്ന് വരുന്ന പവർ അല്ലെങ്കിൽ വർക്ക് എടുത്തുകൊണ്ട് നമ്മളൊരു റിഡക്ഷൻ ഗിയർ വെച്ചിട്ട് കപ്പിൾ ചെയ്തുകൊണ്ട് നേരെ ഫാൻ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് എയർക്രാഫ്റ്റ് വെൻ ദ റാം എയർ ടെമ്പറേച്ചർ ഈസ് ടു ഹൈ. അതായത് ഹൈ സ്പീഡ് ടെമ്പറേച്ചർ ആകുമ്പോഴത്തേക്ക് റാം എയറിന്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. ആ ടെമ്പറേച്ചറിൽ നമുക്ക് എയറിനെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ചിങ്ങിന് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചറിലേക്കാളും കൂടുതലായിരിക്കും റാം എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ആ റാം എയറിനെ നമ്മളൊരു ടർബൈൻ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വീണ്ടും ആണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ടി എസ് ഡയഗ്രാം ആണ്. So this is the actual TS diagram for the reduced ambient air cooling system. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയണം. 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ ഇൻ ദ റാം എഫക്ട്. റാം എഫക്ട് കാരണം കിട്ടുന്നതാണ് 1 to 2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഐസെൻട്രോപിക്. ബിക്കോസ് ഓഫ് ദി ഇറവേഴ്സിബിലിറ്റീസ് or the friction losses, it is 1 to 2 that is the actual ramming process. 2 to 3, it is the isentropic compression in the main compressor. Because of the irreversibilities, that falls to 3 that is
irreversible process. 2 to 3 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് ഒരു irreversible process ആണ്. That is the actual process happening because of the irreversibilities and the frictions associated. Then 3 to 4 എന്ന് പറയുന്നത് ആണ് constant pressure heat exchanging process, heat transfer process എന്ന് പറയുന്നത്. That is taking place in the heat exchanger. Then 4 to 5 എന്ന് പറയുന്നത് isentropic expansion process in the second stage compressor turbine. Second stage turbine. Because of the irreversibilities on the friction losses, it reaches to 5 That is the actual expansion process 4 to 5 Then 5 to 6 into the cabin temperature. Okay. So ഇതാണ് reduced ambient condition. Okay. So ഇത് വായിച്ചു നോക്കാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. Okay. Then one more thing is there. Regenerative air refrigeration system. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് തീരും. ഓക്കെ, ഇത് ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചെന്ന് തോന്നുന്നു. റീജനറേറ്റീവ് സിസ്റ്റംസ് ആകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഹാവിങ് എ മെയിൻ കംപ്രസർ, ഒരു പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, ദെൻ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, എ കൂളിംഗ് ടർബൈൻ ഈസ് ദെയർ ആൻഡ് എക്സോസ്റ്റ് ഫാൻ ഈസ് ദെയർ. അപ്പൊ ആംബിയൻ റെഡ്യൂസ്ഡ് ആംബിയന്റിനകത്തും റീജനറേറ്റീവ് സിസ്റ്റത്തിനകത്തും എന്ത് വരുന്നുണ്ട്? എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. അപ്പൊ എക്സോസ്റ്റ് ഫാൻ ഇല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ബൂട്ട് സ്ട്രാപ്പിനകത്താണ്. ശ്രദ്ധിക്കുക, ബൂട്ട് സ്ട്രാപ്പിനകത്തും ബൂട്ട് സ്ട്രാപ്പ് വിത്ത് ഇവാപ്പറേറ്റീവ് കൂളിങ്ങിനകത്തും എന്തില്ല? എക്സോസ്റ്റ് ഫാൻ ഇല്ല. അതിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് ടർബൈൻസ് ആണ്, കംപ്രസർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കി വരുന്ന നമുക്ക് മൊത്തം 6 പഠിക്കാനുണ്ടെങ്കിൽ 2 ഫാൻ ഇല്ല, ബാക്കി എല്ലാത്തിനകത്തും എക്സോസ്റ്റ് ഫാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ആൻഡ് റോക്കറ്റ്സിനകത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്? റീജനറേറ്റീവ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇതാണ് റീജനറേറ്റീവ് എയർക്രാഫ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ആസ് യൂഷ്വൽ, ആംബിയന്റ് എയർ ഇൻ ടു ദ എൻജിൻ പാർട്ട് വെർ ഇറ്റ് ഇസ് ഗെറ്റ് റാംഡ്. റാം എഫക്ട് കാരണം കംപ്രഷൻ ഉണ്ടാവും, സോ പ്രഷർ കൂടും. ആൻഡ് ദ റിമൈനിങ് എയർ ഈസ് ഇൻ ടു ദ മെയിൻ കംപ്രസർ ആൻഡ് ദ പാർട്ട് ഓഫ് എയർ ഇസ് ടേക്കൺ ഇൻ ടു ദ റെഫ്രിജറേഷൻ പർപ്പസ്. ഇപ്പൊ ഇവിടെ വരുന്നത് ഫസ്റ്റ് സ്റ്റേജിനകത്ത് വരുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്താണ്. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് മെയിൻ കംപ്രസറിനകത്ത് നിന്ന് വരുന്ന എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും റാം എയർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കൂൾ ചെയ്യിക്കുന്നു. സോ ദാറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചിങ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചർ. ഓക്കെ, ദെൻ ദ എയർ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ റാം പാർട്ട് ഈസ് ടേക്കൺ ഇൻ ടു ദ ഡിസ്ചാർജ് യൂണിറ്റ്. അപ്പം ഇവിടെയാണ് നമ്മൾക്കൊരു കൂളിംഗ് ഫാൻ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഈ കൂളിംഗ് ഫാൻ റൺ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിവിടെ റാം എയറിനെ ഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നു. ഓക്കെ, ദെൻ ദ എയർ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ പ്രൈമറി ഹീറ്റ് എക്സ്ചേഞ്ചർ ഈസ് ഫെഡ് ഇൻ ടു ദ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ. രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് അത് പാസ് ചെയ്ത് വരും. ആ ഹീറ്റ് എക്സ്ചേഞ്ചിനകത്ത് ഫർദർ റിഡക്ഷൻ ഇൻ ദ ടെമ്പറേച്ചർ ടേക്സ് പ്ലേസ്. അത് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന എയർ നേരെ വന്നിട്ട് ഒരു കൂളിംഗ് ടർബൈനിൽ എത്തുന്നു. ഈ കൂളിംഗ് ടർബൈനിൽ വന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത സാധനം നേരെ എവിടെ പോകുന്നു? ക്യാബിലേക്ക് പോകുന്നു. ആ പോകുന്ന എയറിനകത്ത് നിന്ന് കുറച്ച് എയർ നമ്മൾ എടുക്കുന്നു. ആ എയർ എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് കൊടുക്കുന്നത്. അതായത് ഇവിടെ പോകുന്ന ടർബൈൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ നല്ല ഡ്രോപ്പ്, അതായത് റാം എയറിനെക്കാളും ടെമ്പറേച്ചർ കുറവായിരിക്കും ഈ ഒരു കൂളിംഗ് ടർബൈൻ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചർ എടുത്തുകൊണ്ട്, ആ എയറിന്റെ ടെമ്പറേച്ചർ എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എന്ത് ചെയ്യുന്നത്? കൂളിംഗ് പ്രോസസ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ടെമ്പറേച്ചർ, അതായത് ഫസ്റ്റ് സ്റ്റേജ് കംപ്രസറിൽ കഴിഞ്ഞ് വരുമ്പോൾ, ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞ് വരുമ്പോൾ എയറിനുണ്ടാകുന്ന ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു, നമ്മൾ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് എന്ത് കിട്ടും? കൂളിംഗ് എഫക്ട് കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സെയിം തിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിന് വേണ്ടിയിട്ടുള്ള സെക്കൻഡറി ഫ്ലൂയിഡ്, അതായത് പ്രൈമറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കംപ്രസറിൽ നിന്ന്, മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ ആയിരിക്കും. സെക്കൻഡറി ഫ്ലൂയിഡ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കൂളിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആ സെക്കൻഡറി ഫ്ലൂയിഡ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കൂളിംഗ് ടർബൈനിൽ നിന്ന് വരുന്ന എയറിനകത്ത്, അതായത് നമ്മൾ ക്യാബിലേക്ക് പോകുന്ന ടെമ്പറേച്ചർ,
പോകുന്ന എയർ അതെന്ന് പറയുന്നത് നല്ല ടെമ്പറേച്ചർ കുറഞ്ഞായിരിക്കും. അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഈ പാർട്ട്? റീജനറേറ്റീവ് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം. ഓക്കെ. അപ്പം ഇതിനകത്ത് TS ഡയഗ്രാം ഇതാണ്. അതിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള കൺസെപ്റ്റ് 1 to 2 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ റാം എഫക്ട് കാരണം ഉണ്ടാവുന്ന ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്. 2 to 3 it is taking place in the main compressor compression process. 3 to 4 primary heat exchanger നടക്കുന്ന ടെമ്പറേച്ചർ റിഡക്ഷൻ. 4 to 5 എന്തായിരിക്കും? റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് നടക്കുന്ന ഫർദർ ടെമ്പറേച്ചർ ഡ്രോപ്പ്. ഓക്കെ. ദെൻ 5 to 6 എന്ന് പറയുന്നത് കൂളിംഗ് ടർബൈനകത്ത് നടക്കുന്ന എക്സ്പാൻഷൻ പ്രോസസ്. 6 to 7 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ ടു ദ ക്യാബിൻ. നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ റിയൽ കേസസ് പറയാം. ആക്ച്വൽ കേസ് എന്തായിരിക്കും? 1 to 2 എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ? ദെൻ അവിടെ നിന്നായിരിക്കും 2-3 വരുന്നത്. 3- നിന്ന് നേരെ 5 വരും. നിന്ന് 5 നിന്ന് എക്സ്പാൻഡ് ചെയ്യുന്നത് 6- ഇതായിരിക്കും ഞാനിപ്പോൾ റെഡ് കൊണ്ട് വരച്ച ലൈൻസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ആക്ച്വൽ ഡയഗ്രാം എന്ന് പറയുന്നത്. once again മെയിൻ പാർട്ട് വെച്ച് ഒന്നും കൂടെ പറയാണ് ഞാൻ. ആംബിയന്റ് എയർ ഇൻ ടു ദ എൻജിൻ പാർട്ട് വേർ ഇറ്റ് ഇസ് ഗെറ്റ് റാംഡ്, കംപ്രഷൻ ആവും, എഫക്റ്റ് കൂടും. ആ റാം എയർ യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുന്നുണ്ട്. ആ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുന്ന മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന നമ്മുടെ റെഫ്രിജറേഷന് വേണ്ടിയിട്ടുള്ള എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു. ആ എയർ നേരെ ഇവിടെ പോകുന്നുണ്ട്. റാം എയർ എന്ന് വരുന്ന കൂളിംഗ് ഫാൻ വഴി പുറത്ത് പോകുന്നുണ്ട്. ദെൻ ഈ ഫസ്റ്റ് സ്റ്റേജ് കംപ്രസറിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ മെയിൻ കംപ്രസറിൽ നിന്ന് വരുന്ന എയറിനെ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെ കൊണ്ടുവന്ന് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്യിക്കുന്നു. റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് വേണ്ടുന്ന സെക്കൻഡറി ഫ്ലൂയിഡ് അവൈലബിൾ ആവുന്നത് നമ്മളുടെ മെയിൻ കൂളിംഗ് ടർബൈനകത്ത് എക്സ്പാൻഡ് ചെയ്യുന്ന എയർ, അതായത് നമുക്ക് ആവശ്യമായ എയർ. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, നമ്മൾ ക്വാണ്ടിറ്റി മാസ് ആണോ വേണ്ടത്, ആ മാസ് കൂടാതെ എക്സസ് ആയിട്ടുള്ള മാസ് ആയിരിക്കും, കുറച്ചും കൂടെ കൂടിയ മാസ് ആയിരിക്കും നമ്മൾ എവിടെ എടുക്കുന്നത്? ഈ ഒരു സിസ്റ്റത്തിനകത്ത് എടുക്കുന്നത്. സപ്പോസ് M ക്വാണ്ടിറ്റി മാസ് ആണ് നമുക്ക് ക്യാബിലേക്ക് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് MA ക്വാണ്ടിറ്റി നമുക്ക് റീജനറേറ്റീവ് പർപ്പസിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എയർ എന്ന് പറയുന്നത് മെയിൻ കംപ്രസറിൽ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് M+MA ആയിരിക്കും. M നമ്മൾ ക്യാബിലേക്ക് പോകും. MA എന്ന് പറയുന്ന പാർട്ട് എടുത്തിട്ട് എവിടെ യൂസ് ചെയ്യും? ഈ ഒരു റീജനറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ആ MA ആയിരിക്കും നമ്മൾ ഇവിടെ എടുത്ത് പുറത്ത് കളയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇപ്പൊ ടർബൈന് വേണ്ടി ഈ കൂളിംഗ് ടർബൈൻ ഉണ്ടാക്കുന്ന വർക്ക് എടുത്തുകൊണ്ട് ഈ കൂളിംഗ് ഫാൻ റൺ ചെയ്യിക്കും. ഇതാണ് അതിന്റെ മെയിൻ TS ഡയഗ്രാം എന്ന് പറയുന്നത്. സോ 1 to 2 എന്ന് പറയുന്നത് റാമിംഗ് പ്രോസസ്, 1 to 2- എന്ന് പറയുന്നത് ആക്ച്വൽ റാമിംഗ് പ്രോസസ്, 2- to 3 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്, 2- to 3- എന്ന് പറയുന്നത് ആക്ച്വൽ കംപ്രഷൻ പ്രോസസ് ബിക്കോസ് ഓഫ് ദ ഇറവേഴ്സിബിലിറ്റീസ്, 3- to 4 എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റേജ് ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ ആദ്യത്തെ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് വരുന്ന ടെമ്പറേച്ചർ ഡ്രോപ്പ്, 4 to 5 എന്ന് പറയുന്നത് റീജനറേറ്റീവ് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡ്രോപ്പ്, 5 to 6 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്, 5 to 6- എന്ന് പറയുന്നത് ആക്ച്വൽ എക്സ്പാൻഷൻ പ്രോസസ് ബിക്കോസ് ഓഫ് ദ ഇറവേഴ്സിബിലിറ്റീസ്, 6- to 7 എന്ന് പറയുന്നത് ഇൻ ടു ദ ക്യാബിൻ. ഇതാണ് റീജനറേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഐ മൂവിങ് ഇൻ ടു ദ പ്രോബ്ലംസ്. ഓക്കെ, ഈ പ്രോബ്ലംസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകത്തില്ല ഈ സാധനം. ഓക്കെ, അപ്പം ബുക്ക് എടുത്തോളുക. ഇതിനകത്ത് എനിക്ക് വേണ്ടത് നിങ്ങളുടെ TS ഡയഗ്രാം ഒന്ന് വരച്ചേക്കണം, എന്നാലേ അത് കറക്റ്റായിട്ട് കറക്റ്റ് സെക്ഷൻസ് മനസ്സിലാകത്തുള്ളൂ. ഞാൻ പ്രോബ്ലം സെക്ഷൻ പറയുമ്പോൾ. ഓക്കെ, റെഡി ആണോ? ഞാൻ പറയട്ടെ പ്രോബ്ലം. ഓക്കെ സാർ. ഓക്കെ,
സോ ഞാൻ ഈ പ്രോബ്ലം എടുത്തിരിക്കുന്നത് കുർമി എന്നുള്ളതാണ്. കുർമി എന്നുള്ള പ്രോബ്ലംസ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം ഏത് ടൈപ്പ് പ്രോബ്ലം ആണ്, ഏത് സെഷനിൽ വരുന്ന പ്രോബ്ലം ആണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഡേറ്റാസ് നമുക്ക് കിട്ടിയ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കിയെടുക്കാം. ഓക്കെ, സോ എ സിമ്പിൾ എയർ കൂൾഡ് സിസ്റ്റം, അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് സിമ്പിൾ ആയിട്ടുള്ള എയർ കൂൾഡ് സിസ്റ്റം ആണെന്ന്. ഓക്കെ, ഈസ് യൂസ്ഡ് ഫോർ ആൻ എയറോപ്ലെയിൻ ഹാവിങ് എ ലോഡ് ഓഫ് 10 tons. അപ്പോൾ ഇവിടെ നമ്മൾ മിക്ക സ്ഥലത്തും നമുക്ക് റെഫ്രിജറേഷൻ കപ്പാസിറ്റി നമുക്ക് സാധാരണ നമ്മൾ കിലോ വാട്ടിലൊക്കെയാണ് നമ്മൾ റെഫ്രിജറേഷൻ പറയുന്നതെങ്കിലും ഇവിടെ തന്നിരിക്കുന്നത് 10 tons ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കൺവേർഷൻ 10 tons വരുമ്പോഴത്തേക്ക് കൺവേർഷൻ വരുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ, വേറെ പാർട്ടൊന്നുമില്ല. ഓക്കെ, 10 tons ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാർട്ട് ശ്രദ്ധിക്കണം. റെഫ്രിജറേഷൻ എഫക്റ്റ് തന്നിരിക്കുന്നത് 10 tons ആണ്, അത്രേ ഉള്ളൂ. അതായത് നമുക്ക് വേണ്ട മൊത്തം കൊടുക്കേണ്ട കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ton ആണ്. ഓക്കെ, the atmospheric pressure and temperature are 0.9 and 10 degree respectively. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് കണ്ടീഷനാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് ആണ്. അപ്പോൾ അതിന്റെ ആംബിയൻ കണ്ടീഷൻ എന്ന് പറയുന്നത് എയറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 10 ഡിഗ്രിയും അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 0.9 ബാറും ആണ്. ദ പ്രഷർ increases to 1.013 bar due to ramming. അപ്പോൾ റാമിംഗ് എഫക്റ്റ് കാരണം പ്രഷർ ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്ത പ്രഷർ എന്ന് പറയുന്നത് 1.013 ബാർ ആണ്. The temperature of air is increased by 50 degrees Celsius is reduced by, okay, the temperature of air is reduced by 50 degrees Celsius in the heat exchanger. അപ്പോൾ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ ഈ ഒരു നമ്മുടെ മെയിൻ കംപ്രസറിനകത്തൂടെ പാസ് ചെയ്ത് വരുന്ന എയറിന്റെ നമ്മൾ റാമിംഗ് എയർ വെച്ചിട്ട് കൂൾ ചെയ്യുമ്പോൾ ആണ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ 50 ഡിഗ്രി വരെ കുറയ്ക്കുന്നു. മെയിൻ കംപ്രസറിനകത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മൾ 50 ഡിഗ്രി വരെ കുറയ്ക്കുന്നുണ്ട് ബൈ മീൻസ് ഓഫ് ദിസ് 10 ഡിഗ്രി റാം എയർ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദ പ്രഷർ ഇൻ ദ ക്യാബിൻ ഈസ് 1.01 ബാർ. ക്യാബിൻ പ്രഷർ 1.01 ബാർ ആണ്. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് റീച്ചസ് റിലേറ്റഡ് ടു ഈസ് ടു നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. And the temperature of air leaving the cabin is 25 degrees Celsius. ക്യാബിനിലേക്ക് വരുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡിറ്റർമിൻ പവർ റിക്വയർഡ് ടു ടേക്ക് ദ ലോഡ് ഓഫ് കൂളിംഗ് ഇൻ ദ ക്യാബിൻ ആൻഡ് ദ COP ഓഫ് ദ സിസ്റ്റം. രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റണം. ഇവിടെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അസ്യൂം ദാറ്റ് ഓൾ ദ എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ആർ ഐസെൻട്രോപിക്. സോ അപ്പോൾ എന്താണ് ആക്ച്വൽ പ്രോസസ്സുകളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ ആദ്യം പഠിക്കുന്ന ഐഡിയൽ കേസ് മാത്രം എടുത്താൽ മതി. എല്ലാ പ്രോസസ്സുകളും ഐസെൻട്രോപിക്കലി ആണ്, അതായത് ഐസെൻട്രോപിക് കംപ്രഷനും ഐസെൻട്രോപിക് എക്സ്പാൻഷനുമാണ് നടക്കുന്നതാണ്. അപ്പം 2', 3', 5' അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നുമില്ല. എല്ലാം 1, 2, 3, 4, 5, 6 എന്നുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു സിമ്പിൾ പ്രോബ്ലം ആണിത്. ഓക്കെ, ദ പ്രഷർ ഓഫ് ദ കംപ്രസ്ഡ് എയർ ഈസ് 3.5 ബാർ. അതായത് കംപ്രസ്ഡ് എയർ, അതായത് എയറിനെ കംപ്രസ് ചെയ്യുമ്പോൾ മെയിൻ കംപ്രസറിനകത്ത് കംപ്രസ് ചെയ്യുമ്പോൾ 3.5 ബാർ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ഡേറ്റാസ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ TS ഡയഗ്രാം വരയ്ക്കണം. സോ ഓൾ ഓഫ് യു പ്ലീസ് ഡ്രോ ദ TS ഡയഗ്രാം. ആരാ വരച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനത് മാറ്റി പെട്ടെന്ന് വരച്ചോ ഈ ഡേറ്റാസ്. ഫ്രീ ഹാൻഡ്, റണ്ണിങ് ഹാൻഡിലൊക്കെ വരച്ചാൽ മതി, പെട്ടെന്ന് വരച്ചെടുക്കുക. കഴിഞ്ഞോ?
ഞാൻ പറയട്ടെ. ഹലോ, ഓക്കെ. വരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. അപ്പം ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് പവർ ആണ്. അതിൽ മ്യൂട്ട് ചെയ്തണേ. Power required to take the load of the cooling in the cabin ആണ്. So first of all, let us find the mass of air. കാര്യം എത്ര ക്വാണ്ടിറ്റി മാസ് ഓഫ് എയർ ആവശ്യമുണ്ട് for producing this 10 tonnage of refrigeration, provided that all the data are balancing. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഇത്ര ടണ്ണേജ് കപ്പാസിറ്റിയിൽ റെഫ്രിജറേഷൻ ഉണ്ടാകാൻ എത്രത്തോളം മാസ് എയർ ആവശ്യമുണ്ട്, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ലെറ്റ് us find the mass of air MA required for the refrigeration purpose. Since the compression and expansion are isentropic, therefore the various processes of TS diagram are shown in figure. ഇതാണ് സംഭവം. So 1 to 2 isentropic isentropic compression process. Isentropic compression process ആണെങ്കിലും എന്താണ്, അത് റാമിംഗ് പ്രോസസ് ആണ്. നമുക്ക് 1 അറിയാം, 2 അറിയാം. Then 2 to 3 എന്ന് പറയുന്നത് എന്താണ്, മെയിൻ കംപ്രസറിലാണ് നടക്കുന്ന കംപ്രഷൻ പ്രോസസ് ആണ്. 3 to 4 എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചിനകത്ത് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ആണ്. ദെൻ 4 to 5 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ പ്രോസസ് ഇൻ ദ ടർബൈൻ. 5 to 6 എന്ന് പറയുന്നത് നമ്മുടെ ക്യാബിൻ കണ്ടീഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ T1 എന്ന് പറയുന്നത് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ എയർ, അതായത് എയർ ആംബിയന്റ് എയറിന്റെ ടെമ്പറേച്ചർ ആണ്. അത് തന്നിട്ടുണ്ട് അത് T1 is 10 degrees Celsius. T1 is 10 degrees Celsius converting into Kelvin. Okay, T1 is there. T2 എന്ന് പറയുന്നത് റാം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ആണ്. T2 is not given. Then T3 എന്ന് പറയുന്നത് കംപ്രസ് ചെയ്ത് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ്. Is it given? T3 it is not given. അപ്പം ഈ നോട്ട് ഗിവൺ എന്ന് പറയുന്ന എല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ. T4 ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞ് വരുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. T4 തന്നിട്ടില്ല. T5 എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന ടെമ്പറേച്ചർ ആണ്. T5 തന്നിട്ടില്ല, അപ്പൊ അത് കണ്ടുപിടിക്കണം. T6 എന്ന് പറയുന്നത് ക്യാബിനിലേക്ക് കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ്. അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 25 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. ഇനി ഏതൊക്കെ പ്രഷർ തന്നിട്ടുണ്ട്? ഇനിഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, 0.9 ബാർ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫൈനൽ പ്രഷർ, അതായത് മെയിൻ കംപ്രസർ കഴിയുമ്പോൾ കിട്ടുന്ന പ്രഷർ 3.5 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ. അതായത് ഇവിടെ അസ്യൂം ദാറ്റ് ദ കംപ്രസ്ഡ് എയർ ഈസ് 3.5 ബാർ. സോ അത് തന്നിട്ടുണ്ട്. റാം പ്രഷർ തന്നിട്ടുണ്ട്, 1.01 ബാർ തന്നിട്ടുണ്ട്. ദെൻ ക്യാബിൻ പ്രഷർ തന്നിട്ടുണ്ട്. റാം പ്രഷർ 1.013 ബാർ ആണ് തന്നിരിക്കുന്നത്. ദെൻ ക്യാബിൻ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1.01 ബാർ ആണ്. അപ്പൊ അത്രയും പ്രഷേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ മിസ്സിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വാല്യൂസ് ആണ്. ഏതൊക്കെ നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്ന 2 ടെമ്പറേച്ചറുകൾ, ഇനിഷ്യൽ ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറുള്ള. അപ്പം ഇടയ്ക്ക് ബാക്കി എല്ലാ പ്രഷറും തന്നിട്ടുണ്ട്. അപ്പം ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസ് ഉണ്ട്. ഐസെൻട്രോപിക് പ്രോസസ്സിന്റെ ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻസ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കിയുള്ള ടെമ്പറേച്ചർ വാല്യൂസ് കണ്ടുപിടിക്കാൻ. അപ്പം നമ്മൾ ഫസ്റ്റ് 1 to 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ആണ്. T2 by T1 ഈ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചേ വരും. T2 by T1 is equal to P2 by P1 the whole raised to gamma minus 1 by gamma. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. സോ T2 എന്ന് പറയുന്നതാണ് നമുക്ക് ഉണ്ടാകുന്ന റാം കഴിഞ്ഞിട്ട് വരുന്ന ടെമ്പറേച്ചർ. അത് നമുക്ക് അറിയത്തില്ല. പ്രഷർ P2 അറിയാം, P1 അറിയാം, ടെമ്പറേച്ചർ T1 അറിയാം. ഗാമ എയറിന്റെ ഗാമ വാല്യൂ 1.4 ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഇക്വേഷനകത്ത് നിന്ന് ഈ T2 by T1 is equal to P2 by P1 the whole raised to gamma minus 1 by gamma എന്ന് പറയുന്ന ഇക്വേഷനകത്ത് നിന്ന് എനിക്ക് അൺനോൺ ആയിട്ടുള്ള T2 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ വാല്യൂ എനിക്ക് കിട്ടിയത് 292.6 കെൽവിൻ ആണ്. അപ്പം ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും T1ലുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും T2ലുള്ള ടെമ്പറേച്ചർ. അത് ശ്രദ്ധിക്കണം. സോ T1ലുള്ള ടെമ്പറേച്ചർ 283 ആണ്. അതിനേക്കാളും കൂടുതലായിരിക്കണം എനിക്ക് T2ൽ കിട്ടുന്ന ടെമ്പറേച്ചർ. ഇറ്റ് ഈസ് ഓക്കെ. ഇനി അടുത്തത് 2 ഉം 3 എടുക്കണം. പ്രോസസ് 2 to 3 എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ് ആണ്. സോ അഗൈൻ T3 by T2 is equal to P3 by
P2 ആണ്. All the pressure values are known. Now we find out T2 value over here. The same process repeats again. I can find out T3 value. ഓക്കെ, അപ്പം ആലോചിക്കേണ്ടത് T3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ T3 വാല്യൂ എന്ന് പറയുന്നതായിരിക്കണം ഏറ്റവും കൂടിയ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 292 കെൽവിൻ. സോ 417 ആണ് എനിക്ക് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ. അപ്പം 144 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പം ആലോചിക്കേണ്ടത് എത്രയാണ്? അപ്പം കംപ്രസ് ഞാൻ ആംബിയന്റ് എയറിന്, അതായത് ആംബിയന്റ് എയർ 10 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഈ 10 ഡിഗ്രിയിലുള്ള എയറിനെ ഞാൻ P3യിലേക്ക് പ്രഷറൈസ് ചെയ്യുമ്പോൾ, അതായത് P3 എന്ന് പറയുന്നത് 3.5 ബാറിലേക്ക് ഞാൻ പ്രഷറൈസ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ 144 ഡിഗ്രി സെൽഷ്യസ് ആയി. ഈ 144 ഡിഗ്രി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ് നമുക്ക് കളയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. എത്രത്തോളം നമുക്ക് 144 എന്ന് പറയുന്ന വാല്യൂ കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്ത് വിടും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അതായത് T3യിലെ ടെമ്പറേച്ചർ ആണ് ഇപ്പൊ 144 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്, അല്ലെ? അവിടെ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കഴിഞ്ഞ് വരുമ്പോൾ, അതായത് പോയിന്റ് 4 എത്തുമ്പോൾ ആ വാല്യൂ T3യിൽ നിന്ന് 50 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നുണ്ടെന്ന് പറയുന്നത്. അതാണ് പറയുന്നത്. സിൻസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എയർ ഇസ് റെഡ്യൂസ്ഡ് ബൈ 50 ഡിഗ്രി സെൽഷ്യസ് ഇൻ ദ ഹീറ്റ് എക്സ്ചേഞ്ചർ, അത് ആലോചിക്കണം 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നേരെ അവരെ കെൽവിൻ വാല്യൂ എടുത്ത് ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റിയത്. അല്ല, ആ കെൽവിൻ വാല്യൂ എടുത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 50 ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. T4 നിന്ന്, അതായത് T3യിൽ നിന്ന് 50 ഡിഗ്രി കുറയ്ക്കുമ്പോൾ എനിക്ക് T4 കിട്ടും. അതാണ് പറയുന്നത്. T4 is equal to 144 minus 50 ഡിഗ്രി സെൽഷ്യസ്, ദാറ്റ് ഈസ് 94 ഡിഗ്രി സെൽഷ്യസ്. അപ്പം എനിക്ക് എക്സ്പാൻഷൻ തൊട്ട് മുമ്പ് വരുമ്പോഴത്തേക്ക് 94 ഡിഗ്രി സെൽഷ്യസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് T5 വേണം. അഗൈൻ ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ദെൻ T5 by T4 is equal to P5 by T4 whole raised to gamma minus 1 by gamma equation ആണ്. ഇതിനകത്ത് അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് T5 മാത്രമാണ്. So I can find out the T5 value by using the equation and it is obtained as 257 Kelvin. ഓക്കെ, ഇനി നമ്മളുടെ പർപ്പസ് എന്തായിരുന്നു? മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ക്യാബിനകത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ എയറിനെ സർക്കുലേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പം അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്, അവിടെ റെഫ്രിജറേഷൻ എത്രത്തോളം ഈ എയർ ഉണ്ടാക്കുന്നു, അതായത് ഈ എത്ര മാസ് എയർ വന്ന് 10 ടൺ ഓഫ് റെഫ്രിജറേഷൻ ഉണ്ടാക്കുന്നു, അതാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം MCP ഡെൽറ്റ ടി അല്ലെങ്കിൽ MCP ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എന്താണ്? 10 ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ ആണ്, അല്ലെ? അതാണ് ഇവിടെ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. MCP ഡെൽറ്റ ടി 10 ടണ്ണേജ് ഓഫ് റെഫ്രിജറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് MCP ഡെൽറ്റ ടി ഉള്ള കണ്ടീഷൻ വേണം. അതായത് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എനിക്ക് എന്താണോ ഇനീഷ്യൽ കണ്ടീഷൻ, എന്താണോ ഫൈനൽ കണ്ടീഷൻ, അതാണ് എനിക്ക് ഡെൽറ്റ ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നിന്ന് എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മാസ് ഓഫ് എയർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 210 Q. ഇതാണ് നമ്മുടെ കൺവേർഷൻ പാർട്ട് വരുന്നത്. അതായത് ടണ്ണേജിൽ ആണ് നമുക്ക് തന്നിരിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യൂസ് 2 ടൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കംസ് ഇൻ കിലോഗ്രാം പെർ മിനിറ്റ്. ഇത് ഓർത്ത് വെക്കേണ്ട ഒരു ഇക്വേഷൻ പാർട്ടാണ്. ഓക്കെ, അവിടുന്ന് CP ഇൻറ്റു T6 മൈനസ് T5. T6 എന്ന് പറയുന്നത് ദ ഫൈനൽ ക്യാബിൻ ടെമ്പറേച്ചർ, T5 എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് എത്തിയ ടെമ്പറേച്ചർ, ദാറ്റ് ഈസ് 257 കെൽവിൻ എന്ന് പറയുന്ന വാല്യൂ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 51.2 കിലോഗ്രാം പെർ മിനിറ്റ്. അപ്പം 51 ഓൾമോസ്റ്റ് 52 കിലോഗ്രാം ഓഫ് എയർ പെർ മിനിറ്റിൽ ഞാൻ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതായത് ഫൈനൽ ടെമ്പറേച്ചർ 25ഉം ദെൻ എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് 257 കെൽവിനും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് 10 ടണ്ണേജ് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ CP വാല്യൂ ഓഫ് എയർ അസ്യൂം ചെയ്തിരിക്കുന്നത് 1 കിലോജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആയിട്ടാണ്. ഓക്കെ, ദെൻ ഇൻടു ദ പവർ റിക്വയർഡ് ടു ടേക്ക് ദ ലോഡ്. പവർ എന്ന് പറയുന്നത് എവിടെയാണ്? നമുക്കുള്ള കംപ്രസറിനകത്താണ് വരുന്നത്. ദാറ്റ് ഈസ് T3 മൈനസ് T2 എന്ന് പറയുന്നത് കംപ്രസർ. ഇതാണ് നമ്മൾ ആക്ച്വലി എടുക്കുന്നത്. റാമിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വർക്കൊന്നും എടുക്കുന്നില്ല. കാര്യം വെച്ചാൽ അത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു
എഫക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് റാം ചെയ്ത് വരാനുള്ള പ്രഷർ നമ്മൾ കൺസിഡർ ചെയ്തില്ല. നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്ന് പറയുന്നത് കംപ്രസറിനകത്ത്, മെയിൻ കംപ്രസറിനകത്താണ് നമ്മൾ കൊടുക്കുന്ന വർക്ക്. അതുകൊണ്ടാണ് നമ്മൾ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3യും 2 മെയിൻ കംപ്രസർ പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ പവർ റിക്വയർഡ് എന്ന് പറയുന്നത് MCP ഇൻറ്റു T3 മൈനസ് T2 ആണ്. T3 മൈനസ് T2 ആണ്. ബൈ 60 ചെയ്യുമ്പോഴത്തേക്ക് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഇൻ കിലോ വാട്ട്, ജൂൾ പെർ സെക്കൻഡിലോട്ട് വരും. ജൂൾ പെർ സെക്കൻഡിലോട്ട് വരും. സോ ദ പവർ ഒബ്ടൈൻ ഇസ് മാസ് ഓഫ് എയർ. എനിക്കിപ്പോൾ ഓൾറെഡി ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ T3 ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. T1 എനിക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾ ദ വാല്യൂസ്, ഐ വിൽ ഗെറ്റ് 106 kilowatt as the answer, the power required to take the load for cooling in the cabin. Then finally COP of the system എന്ന് പറയുന്നത് refrigeration effect divided by work done ആണ്, അല്ലെങ്കിൽ power required ആണ്. So 210 into Q എന്ന് പറയുന്നതാണ് നമുക്കുള്ള refrigeration effect, that is 10 tonnage ആണ് വരുന്നത്. കൺവേർഷന് വേണ്ടിയിട്ടാണ് ഞാൻ 210 ഇട്ടിരിക്കുന്നത്. പവർ റിക്വയർഡ് എന്ന് പറയുന്നത് P ആണ്, ദാറ്റ് ഈസ് ഇൻ കിലോ വാട്ടിലാണ്. ഇൻറ്റു 60 ചെയ്യുന്ന സമയത്ത് ദ വാല്യൂ ഈസ് കൺവേർട്ടഡ് ടു കിലോ വാട്ട്. അതായത് 210 ഇൻറ്റു 10 ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് കംസ് ഇൻ കിലോ വാട്ട്. ഇതെന്ന് പറയുക പവർ റിക്വയർഡ് എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ സെക്കൻഡിലാണ് വരുന്നത്. സോ ദാറ്റ് കൺവേർഷൻ ഇൻറ്റു 60 ചെയ്യുമ്പോഴത്തേക്ക് വാല്യൂ 0.33. ദിസ് ഇസ് ദ COP ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും COP വളരെ കുറവാണ്. റെഫ്രിജറേറ്റർ സിസ്റ്റത്തിനകത്ത് വരുമ്പോഴത്തേക്കും COP വളരെ കുറവാണ്. ഈവൻ ദോ ദിസ് ഈസ് സഫിഷ്യന്റ് ഇനഫ് ടു ഗിവ് ദ റെഫ്രിജറേഷൻ എഫക്ട്, ബിക്കോസ് നമുക്ക് എയർ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ കമ്പോണൻസുകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് കമ്പാരിറ്റീവ് ദ റെഫ്രിജറേഷൻ സിസ്റ്റം ഇൻ അതർ പാർട്ട്. എയർ അല്ലാതെ യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റംസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ചിലവ് വരുന്നില്ല. റെഫ്രിജറേറ്റർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അവിടെ കുറേ കാര്യങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമുക്കിവിടെ COP വളരെ കുറവായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, this is the next problem. Just read it. TS ഡയഗ്രാം വരച്ചോളൂ. കോപ്പി വേഗം.
ഓക്കെ, വരച്ചല്ലോ. ഓക്കെ, വരയ്ക്കാത്തൊരു അടുത്ത സ്ലൈഡ് വരുമ്പോൾ വരച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇത് നിങ്ങൾ TS ഡയഗ്രാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, ആക്ച്വൽ കേസും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്. An aircraft refrigerant plant has to handle cabin load of 30 tons. അപ്പോൾ ഇവിടെ നേരത്തെ 10 ആയിരുന്നു, ഇവിടെ 30 ടണ്ണായി. The atmospheric temperature is 70 degrees Celsius. The atmospheric air is compressed to a pressure of 0.95 bar and temperature of 30 degrees Celsius due to the ram action. This air is then further compressed in the main compressor to 4.75 bar, cooled in a heat exchanger 67 degrees Celsius, expanded the turbine to 1 bar pressure and supplied to the cabin. The air leaves the cabin at a temperature of 27 degrees Celsius. The isentropic efficiency of both compressor and turbine are 0.9. അപ്പോൾ ഈ സാധനം തന്നിട്ടുണ്ടെങ്കിൽ we have to consider the actual cases. ഇത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഐഡിയലി നേരെ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എയർ സർക്കുലേറ്റഡ് per minute and the COP of air. CP is taken as 1.004 kilojoule per kilogram. CP by CV is equal to 1.4, that is gamma. All the data are entered over here. എല്ലാ ഡേറ്റാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഡേറ്റാസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഓരോ ടെമ്പറേച്ചർ വാല്യൂസും അറിഞ്ഞിരിക്കണം. അപ്പം Q എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ എഫക്റ്റ് ആണ്, ദാറ്റ് ഈസ് 10 tonnage, അത് തന്നിട്ടുണ്ട്. T1 is equal to 70 degrees Celsius, that is equal to 290 Kelvin, that is the initial temperature, അത് തന്നിട്ടുണ്ട്, ആംബിയന്റ് ടെമ്പറേച്ചർ ആണ്. P2 എന്ന് പറയുന്നത് 0.95 ബാർ ആണ്, ദാറ്റ് ഈസ് റാമിംഗ് കഴിഞ്ഞു വരുന്ന പ്രഷർ ആണ് P2 എന്ന് പറയുന്നത്. റാമിംഗ് കഴിഞ്ഞു വരുന്ന ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. T2 എന്ന് പറയുന്നത് 303 Kelvin തന്നിട്ടുണ്ട്. P3 is equal to P3 dash എന്ന് പറയുന്നത് ഫൈനൽ കംപ്രഷൻ പ്രഷർ ആണ്. മെയിൻ കംപ്രസർ കഴിഞ്ഞ് വരുന്ന പ്രഷർ ആണ് P3 എന്ന് പറയുന്നത്. P3 ഡാഷും സെയിം തന്നെയാണ്. കാര്യം ഐസെൻട്രോപിക്കലി നമുക്ക് P3യിലേക്ക് കിട്ടണം, പക്ഷേ റിയൽ കേസിൽ അത് P3 ഡാഷിലേക്ക് മാറും, പക്ഷേ പ്രഷർ ചേഞ്ച് ചെയ്യത്തില്ല എന്നുള്ള അസംഷനാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4.75 ബാർ ആയിട്ട് എടുക്കുന്നു. T4 എന്ന് പറയുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞ് വരുന്ന ഉള്ള ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് 67 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് 340 Kelvin. Then P5 എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ടെമ്പറേച്ചർ പ്രഷർ ആണ്, ദാറ്റ് ഈസ് 1 ബാർ ടർബൈൻ കഴിഞ്ഞ് വരുമ്പോൾ. T6 എന്ന് പറയുന്നത് ക്യാബിനിൽ വരുന്ന ടെമ്പറേച്ചർ ആണ്, ദാറ്റ് ഈസ് 273 പ്ലസ് 277, ദാറ്റ് 300 Kelvin ആണ് വരുന്നത്. എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ, എഫിഷ്യൻസി ഓഫ് ദ കംപ്രസർ ഇസ് ഗിവൺ ആസ് 0.9, 90% ആണ് അതിന്റെ എഫിഷ്യൻസി പറഞ്ഞിരിക്കുന്നത്. ദെൻ CP വാല്യൂ ആർ ഗിവൺ. ഓക്കെ, സോ ഇതിൽ നിന്ന് TS ഡയഗ്രാം ഉണ്ടാക്കിയെടുക്കുക. സോ 1 to 2 എന്ന് പറയുന്നത് റാമിംഗ് പ്രോസസ്. ദെൻ 1 to 2 dash 3 dash എന്ന് പറയുന്നത് എന്താണ്, കംപ്രസറിന്റെ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. ഇപ്പൊ ഇവിടെ നമുക്ക് കംപ്രസറിന്റെയും ടർബൈന്റെ കേസേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് റാമിംഗ് വരുമ്പോൾ ഐസെൻട്രോപിക്കലി തന്നെ പോകുന്നു എന്നുള്ളൊരു അസംഷൻ ആണ് നമ്മൾ ഇവിടെ. കാര്യം അതല്ലാന്നുണ്ടെങ്കിൽ റാം എഫിഷ്യൻസി നമുക്ക് വേണം, റാമിങ്ങിന്റെ എഫിഷ്യൻസി അവിടെ ആണ്. ഇവിടെ റാമിംഗ് എഫിഷ്യൻസി ഒന്നും പറഞ്ഞിട്ടില്ല, പകരം കംപ്രസറിന്റെ എഫിഷ്യൻസിയും ടർബൈന്റെ എഫിഷ്യൻസിയും തന്നിട്ടുള്ളതുകൊണ്ട് നമ്മളിവിടെ അസ്യൂം ചെയ്യുകയാണ് 1 to 2, അതായത് റാമിംഗ് പ്രോസസ് നടക്കുന്നത് ഐസെൻട്രോപിക്കലി തന്നെയാണ്, അവിടെ 2 dash അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. പകരം കംപ്രസർ മുതലാണ് നമുക്ക് എന്താണ് റിവേഴ്സിബിൾ എഫക്ട്സ് ഉണ്ടാവുന്നതെന്ന് അസ്യൂം ചെയ്യുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റാം എഫിഷ്യൻസി കിട്ടണം. അതില്ലാത്തിടത്തോളം കാലം നമുക്ക് അവിടെ 2 dash എന്ന് പറയുന്ന വാല്യൂ എടുക്കേണ്ട വരത്തില്ല. നമ്മൾ നേരത്തെ നോക്കിയാൽ എങ്ങനെയായിരുന്നു, 1 to 2 dash ഇവിടെ എടുത്തിട്ട് അവിടെ നിന്ന് 3 എടുത്ത് പിന്നെ 3 dash ഇവിടെ എടുത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 1 to 2 dash എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, ആ പാർട്ട് ക്ലിയർ ആയോ ഞാനിപ്പോ പറഞ്ഞത്? എന്തുകൊണ്ട് 2 dash വന്നില്ല എന്നുള്ളത് ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഓക്കെ, നൗ 1 to 2 കണ്ടീഷനാണ് നമുക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ ആയിട്ട് നടക്കുന്നത്. പക്ഷെ നമുക്ക് 1ലെയും 2ലെയും വാല്യൂസ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കേണ്ടിയില്ല. നമുക്ക് 3യിലെ ഫാക്ട്സ് കണ്ടുപിടിക്കണം. 3യിൽ എന്താണെന്ന് അറിയത്തില്ല.
അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് T3 by T2 is equal to P3 by P2 the whole raised to gamma minus 1 by gamma എന്ന് പറയുന്ന റിലേഷൻ എടുക്കുക. ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സ് എടുക്കുക. ആ ഐസെൻട്രോപിക് കംപ്രഷൻ പ്രോസസ്സിൽ P3 അറിയാം, P2 അറിയാം, T2 അറിയാം. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും? T3 വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് 480 കെൽവിൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് T3 ഡാഷ് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഐസെൻട്രോപിക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഐസെൻട്രോപിക് എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്. കംപ്രസറിൻ്റെത് 0.9 ആണ്. സോ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഞാനിപ്പോൾ ഷോർട്ട് കട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് T3 ഡാഷ് ഉണ്ട്, T3 ഉണ്ട്, T2 ഉണ്ട്, അല്ലെ? 3 ടെമ്പറേച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടത്തെ 2 ലൈൻസ് ആണ് ഉള്ളത്. 2 ലൈൻസ് എടുക്കുകയാണെങ്കിൽ ഈ ലൈൻസിനകത്ത് ഡിസ്റ്റൻസ് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ലൈൻ ഏതാണ്? ആരെങ്കിലും ഒരാൾ പറ. അതായത് ടെമ്പറേച്ചർ T2 നിന്ന് T3 പോകുന്ന ഡിസ്റ്റൻസ് ആണോ കൂടുതൽ, T2 നിന്ന് T3 ഡാഷിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് ആണോ കൂടുതൽ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് T3 ആണോ കൂടുതൽ, T3 ഡാഷ് ആണോ കൂടുതൽ എന്നുള്ളതാണ്. T3 ഡാഷ് ആണ് കൂടുതൽ. അപ്പം T3 ഡാഷ് എന്ന് പറയുന്നത് അതായത് T3 മൈനസ് T2 എന്ന് പറയുന്നത് ഒരു വലിയ വാല്യൂ, T3 മൈനസ് T2 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ അതായത് താഴെ വീഴുമ്പോഴത്തേക്ക് എപ്പോഴും വലിയ വാല്യൂ വരുന്ന രീതിയിൽ എഴുതുക. ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലാക്കണം. ഒരു ഷോർട്ട് കട്ടാണ്. ഇത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ് ഷോർട്ട് കട്ട്. അപ്പം ഇപ്പോൾ തന്നെ വിളിച്ചോളാം, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു കംപ്രസർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വലിയ വാല്യൂ T3 ഡാഷ് മൈനസ് T2, അത് താഴെ. ചെറിയ വാല്യൂ T3 മൈനസ് T2 മുകളിൽ. ഓക്കെ, T3 മൈനസ് T2 ചെറിയ വാല്യൂ, T3 ഡാഷ് മൈനസ് T2 എന്ന് പറയുന്നത് വലിയ. T3 മൈനസ് T2 ചെറിയ വാല്യൂ, T3 ഡാഷ് മൈനസ് T2 എന്ന് പറയുന്നത് വലിയ വാല്യൂ. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്താണ്? ഐസെൻട്രോപിക് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് കംപ്രസർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ടർബൈൻ്റെ കേസ് വരുമ്പോൾ തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും വലിയ വാല്യൂ ഡിനോമിനേറ്ററിൽ എഴുതുക, താഴെ എഴുതുക. അതായത് കംപ്രസർ എഫിഷ്യൻസി, ടർബൈൻ എഫിഷ്യൻസി എടുക്കുമ്പം ആ ടെമ്പറേച്ചേഴ്സ് മാത്രമേ ഉള്ളൂ അവിടെ. അതിനകത്ത് എടുക്കേണ്ടത് താഴെ ഇടുന്ന വാല്യൂ എപ്പോഴും ആ 3 ടെമ്പറേച്ചേഴ്സ് എടുത്തിട്ട് ഏത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണോ വലുത് അത് താഴെ എഴുതുക. ഓക്കെ, ദെൻ ഇത് എഴുതി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് T3 അറിയാം, T2 അറിയാം, T3 ഡാഷ് കിട്ടും. ഓക്കെ, T3 എന്ന് പറയുന്നത് 499.7 കെൽവിൻ ആണ്. ക്ലിയർ? ദെൻ അടുത്തത് T4 അറിയാം. ഇനി T5 കണ്ടുപിടിക്കണം. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ് എടുത്താൽ മതി. T5 is equal to P4 by P5 the whole raised to gamma minus 1 by gamma. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് T5 മാത്രമാണ്. You will get T5 വാല്യൂ. ഓക്കെ, ഇനി T5 ഡാഷ് കിട്ടണം. T5 ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 വാല്യൂസ് ഉള്ളത്, T4, T5, T5 ഡാഷ്. ഇതിനകത്ത് വലിയ വാല്യൂ ഏതായിരിക്കും? T4 മൈനസ് T5, ശരിയല്ലേ? അപ്പം അതെവിടെ എഴുതണം? ഡിനോമിനേറ്ററിൽ എഴുതണം. അത് വലിയ വാല്യൂ, അതായത് നമുക്ക് പോയിന്റ് വാല്യൂ കിട്ടാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. T4 മൈനസ് T5 അത് താഴെ വന്നു, കണ്ടോ? ചെറിയ വാല്യൂ T4 മൈനസ് T5 ഡാഷ് അത് മുകളിൽ വന്നു. ഇത് ഒരു ഷോർട്ട് കട്ടാണ്, ബട്ട് ആ ഐസെൻട്രോപിക് ടർബൈൻ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അതിൽ നിന്ന് T5 ഡാഷ് കണ്ടുപിടിക്കാം. ബാക്കി എല്ലാ വാല്യൂസും ഉണ്ട്. T5 ഡാഷ് കിട്ടും, T6 കിട്ടും. ഇപ്പൊ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചല്ലോ. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാസ് ഓഫ് എയർ സർക്കുലേറ്റഡ് പെർ മിനിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ. മാസ് ഓഫ് എയർ സർക്കുലേറ്റഡ് എന്ന് പറയുന്നത് എവിടെയാണ്? T6നും T5 ഡാഷിനും ആണ് എന്ത് വരുന്നത്? മാസ് ഓഫ് എയർ സർക്കുലേഷൻ വരുന്നത്, അല്ലേ? അപ്പൊ അവിടെ 2 ടൺ ഇൻറ്റു Q, അതായത് Q എന്ന് പറഞ്ഞാൽ ടണ്ണേജ് ആണ്. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ. അപ്പൊ 1 ടണ്ണേജ് റെഫ്രിജറേഷൻ ഈസ് ഈക്വൽ ടു ഈ 1 ഇൻറ്റു 2 ടൺ ചെയ്താൽ അത്രയും കിലോ ജൂൾ പെർ മിനിറ്റ് ആയിരിക്കും വരുന്നത്.
മനസ്സിലായോ? 1 tonnage of refrigeration is equal to 210 kilojoule per minute. അപ്പോൾ ഇവിടെ എത്രയാണ്? നമുക്ക് 30 ആണ്. സോ 30 ഇൻറ്റു 210 ചെയ്യുക. അപ്പോൾ അത്രയും കിലോജൂൾ പെർ മിനിറ്റ് വരും. ഡിവൈഡ് ബൈ CP ഇൻറ്റു T6 മൈനസ് T6 ചെയ്യുമ്പോഴത്തേക്ക് അത്രയും മാസ് ഓഫ് എയർ സർക്കുലേഷൻ നമുക്ക്, അതായത് 89.64 കിലോഗ്രാം പെർ മിനിറ്റിലായിരിക്കും നമ്മൾ എയർ സർക്കുലേറ്റ് ചെയ്യേണ്ടത്. നൗ ദ COP എന്ന് പറയുന്നത് എന്താണ്? റെഫ്രിജറേഷൻ എഫക്ട്. എവിടെയൊക്കെയാണ് നമുക്ക് റെഫ്രിജറേഷൻ എഫക്ട് കിട്ടിയത്? ഇവിടെയാണ് റെഫ്രിജറേഷൻ എഫക്ട് കിട്ടിയത്. അത് എത്ര റെഫ്രിജറേഷൻ എഫക്ട് കിട്ടിയത്? എനിക്ക് 210 ഇൻറ്റു 30. അപ്പം ഇത്രയും 210 ഇൻറ്റു Q ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ MACP ഇൻറ്റു T3 ഡാഷ് മൈനസ് T2 ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ട്രാൻസ്ഫർ ആണ്. T3 ഡാഷ് മൈനസ് T2 ഡാഷ് എന്ന് പറയുന്നത്, T2 എന്ന് പറയുന്നത് അത്രയും വർക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞു വർക്ക് അവിടെ മാത്രമേ എടുക്കത്തുള്ളൂ. സോ ഇവിടെ റെഫ്രിജറേഷൻ എഫക്റ്റും COP റെഫ്രിജറേഷൻ എഫക്ട് ഡിവൈഡ് വർക്ക് ഇൻപുട്ട് ആണ്. റെഫ്രിജറേഷൻ എഫക്ട് എന്ന് പറയുന്നത് 210 ഇൻറ്റു Q ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് പറയുന്നത് MCP ഇൻറ്റു ഡെൽറ്റ T, ദാറ്റ് ഈസ് MA ഇൻറ്റു CP ഇൻറ്റു T3 ഡാഷ് മൈനസ് T2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഐ വിൽ ഗെറ്റ് ദ വാല്യൂ. ഇവിടെ മാസ് ഓഫ് എയർ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കിലോഗ്രാം പെർ മിനിറ്റിലായതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. ഇത് കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. മുകളിൽ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. ഇവിടെ കിലോഗ്രാം പെർ മിനിറ്റ് ആയതുകൊണ്ട് ആ മിനിറ്റും ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അതുകൊണ്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്നത്. അതേസമയം നേരത്തെ പ്രോബ്ലത്തിനകത്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് 60 എടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് കിലോ വാട്ട് ആണ്. പവർ എന്ന് പറയുന്നത് കിലോ വാട്ട് ആണ്. അതായത് ജൂൾ പെർ സെക്കൻഡിലാണ് കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് 210 ഇൻറ്റു Q എന്ന് പറയുന്നത് കിലോ ജൂൾ പെർ മിനിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ കിലോ ജൂൾ പെർ മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൊണ്ടുവരാനാണ് ഞാനിവിടെ 60 യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ക്ലിയർ ആണോ? പ്രോബ്ലം ക്ലിയർ ആണോ? അപ്പം നമുക്ക് ഈ പ്രോബ്ലംസ് ഏത് ടൈപ്പ്, നമ്മൾ 6 ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. ഈ 6 ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിനകത്തും അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. നമുക്ക് എന്ത് വരയ്ക്കാൻ അറിഞ്ഞാൽ മതി? ഓരോ സിസ്റ്റത്തിന്റെയും TS ഡയഗ്രാം ആക്ച്വലും ഐഡിയലും വരയ്ക്കാൻ അറിഞ്ഞാൽ മാത്രം മതി. ഏത് ടൈപ്പ് പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. ഓക്കെ സാർ.